അയ്യോ പാറ മുഴുവൻ ഓടിക്കാം. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലായിരുന്നു, നമ്മൾ 210 ഫോർക്കിൻ്റെ റേസർ കയറ്റിയ വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ ഇന്നും അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ജസ്റ്റ് ഒരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോയിട്ട് വണ്ടിയുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഓഫ് റോഡ് പോകാനായിട്ട് അതാ ഒരു വയലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല മാറില്ല നമ്മളെ മിസ്റ്റർ മോട്ടോമാനിക് 46 അവൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. അപ്പം ഇവൻ്റെ വണ്ടി അറിയാമായിരിക്കും, നിങ്ങൾ ഇവൻ്റെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവൻ്റെ വണ്ടിയിൽ ആ ഒരു വെയിറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അവൻ പിന്നെ ബേക്കും ഷോക്ക് പൊക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഇരുന്ന പട്ട ഊരി ഇവിടെ വെച്ച് ബേക്ക് ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. ഇതൊരു പക്ക അഡ്വഞ്ചർ എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മളെ വേട്ടാളിൻ്റെ മേഘനാഥിൻ്റെ എക്സ്പൾസ് ഉണ്ട്. അപ്പം 3 അഡ്വഞ്ചർ ബൈക്കുമായിട്ട് നേരെ നമ്മൾ ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി പോകേണ്ടത്. ഇതൊരു ടഫ് ഓഫ് റോഡും കാര്യങ്ങളൊന്നുമല്ല, ചെറുതായിട്ട് ചെറിയൊരു വണ്ടിയുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ഒരു പാർക്കോറിയാണ് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് കയറി പോയാണ്. പിന്നെ കൂട്ടത്തിൽ ഒരാളോടെ ഉണ്ട് നമ്മളെ യെല്ലോ ക്രൂസർ. അപ്പം തൊട്ട് ഫ്രണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. എന്താടാ പോവാം, കഴിഞ്ഞു വാ പോവാം. വീട് കോർണറിങ് ചെയ്യാൻ നേരത്ത് പഴയ ആ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മളെ ഫോർക്ക് പൊക്കിയതോടെ വണ്ടിയുടെ ആ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നല്ലോണം അല്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഈ കോർണർ ചെയ്യാൻ നേരത്ത് മനസ്സിലാവും. അപ്പം ഇത് ഓടിച്ചോടിച്ച് സെറ്റാവാൻ നേരത്ത് ഓക്കെ ആയിക്കോളും. ഇപ്പം ഞാൻ തന്നെ കുറച്ച് മണിക്കൂർ കൊണ്ട് ഓടിക്കണം കേട്ടോ. ഓടിച്ച് വന്നപ്പോൾ എനിക്കും സെറ്റായായിരുന്നു. ആദ്യം ഫോർക്ക് റേസ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് കോർണർ എടുത്തപ്പോൾ ഒരു ചെറിയൊരു ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി, ഇപ്പം ഓടിച്ച് അങ്ങ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോണ ആ റോഡ് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടാമതല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇതിപ്പം 220 മാത്രം കയറി പോണ വഴിയൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊക്കെ കണ്ട, ഇതൊക്കെ കണ്ട ഫുള്ള് തേരിയാണ് കേട്ടോ. ഈ റോഡൊക്കെ അടിപൊളിയാണ്, സെറ്റായിട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഏതാണ്ട് നമ്മൾ ആ വഴി എത്താറായി കേട്ടോ. നമ്മുടെ കോറി എത്താറായി. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും സ്റ്റാർട്ടായില്ല. ഇനിയാണ് സ്റ്റാർട്ടാക്കാൻ പോകുന്നത്. ഇതാണ് ആ വഴി. നേരത്തെ കുറച്ചുകൂടെ അലുമ്പായിരുന്നു, ഇപ്പോൾ അവർ പിന്നെയും നന്നാക്കി കേട്ടോ. അപ്പം നമുക്ക് കയറി പോവാം. ഓ മാൻ, ചെമ്പടിച്ചതാ. അയ്യോ പോയാ, ആ കൈ വെച്ചോ. വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് നെറ്റേ കളയി പോയി, ഒരു ചാട്ടം ചാടിയപ്പോൾ. പോട്ട് പിന്നെ മതി. അവനൊക്കെ കാണണ്ട, ചുമ്മാ കയറിപ്പോണ്. ഈ വണ്ടിയിലിപ്പോൾ ചെയിൻ സ്പോക്കറിൽ കൂടെ മാറ്റിയോണ്ട് വണ്ടിക്ക് നല്ല ഒരു ത്രോട്ടിൻ്റെ കൺട്രോൾ ഭയങ്കരമായിട്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയ ത്രോട്ടിൽ തന്നെ വണ്ടി കയറിപ്പോവും. ക്ലിയറൻസും അതുപോലെ തന്നെ കൂടിയോണ്ട് ഇതിനൊക്കെ നല്ല കൂർത്ത പാറകളും കാര്യങ്ങളൊക്കെ പറയുന്ന നേരത്തും നമുക്ക് അടി തട്ടുന്നൊരു പേടിയേ വേണ്ട, സിമ്പിളായിട്ട് കയറിപ്പോവാം. ഇതാണ് നമ്മൾ ആ സ്പോട്ട്, ഒരു കുഞ്ഞ് സ്പോട്ട്. ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ ഓഫ് റോഡ് കണ്ടുപിടിക്കണം. കണ്ട കാട്ടുകൂടെയൊക്കെ ഊന്ന് പിടിച്ച് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ അല്ല, എൻ്റെ പ്ലാൻ. ഇവരൊക്കെ എൻ്റെ എന്നളിയാ ഇപ്പൊ തട്ടി വീണേരാ. ഇപ്പൊ സത്യം അവിടെ ചാട്ടം ചാടിയാണ് ഞാൻ പോയി. സെറ്റ്. ഈ ഒരു സ്പോട്ട് വെച്ചാൽ നമ്മുടെ 390 ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. 390 നമ്മൾ റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം ആ ഒരു വീഡിയോ അവസാനം ചെറിയ പാട്ടൊക്കെ ഇട്ടൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അത് കാത്ത് ഈ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ കാര്യങ്ങൾ ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പോട്ട്. എന്താ പറയുക, വീഡിയോ എടുത്ത ആൾ ഇതാ ഇവരാണ് കേട്ടോ. അത് പറയാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ക്യാനോണൈ അവനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പരസ്പരം വ്ളോഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കിട്ടേക്കാം. അപ്പോൾ ഇൻസ്റ്റയും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യട്ടോ. അവരോട് ഫോട്ടോ എടുക്കണം. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ വഴി മേലോട്ട് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ടും കൂടെ പോയിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം.
ഓക്കെ ഓക്കെ സെറ്റ്. ഇതാണ് ആ അമ്പലം കേട്ടോ, മലയുടെ മുകളിലൊരു അമ്പലം. ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്ന് കാണിച്ചു തരാം. നീ അടിപൊളി. നമ്മുടെ വണ്ടി ദൂരം അവിടെ നിൽക്കുന്ന, ഫ്രണ്ടും കളത്തിരിക്കുന്നു. കിടിലം വ്യൂ ആണ് കേട്ടോ ഇവിടെ, കിടിലം വ്യൂ ആണ്. വൈകുന്നേരം വെച്ചാൽ ഈ ഒരു സമയത്ത് വന്ന് നിൽക്കാൻ പറ്റിയൊരു കിടിലം സ്പോട്ടാണ്. നിൽക്കാൻ ഒറ്റ മനുഷ്യരില്ല, ചുമ്മാ പീസ്ഫുള്ളായിട്ട് ഈ ഒരു സ്പോട്ട് ഇരിക്കാൻ കേട്ടോ. അമ്മാരൊക്കെ അവിടെയാണ് നിൽക്കുന്ന. ഞാൻ വന്നാൽ അതുവഴി കറങ്ങാൻ കേട്ടോ വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ 220 കൊണ്ട് ഓക്കെ ഇനിയിപ്പോൾ 220 കൊണ്ട് കുറച്ച് സ്കിഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടുന്ന്. പാറ മുകളിൽ കൂടെ ഓടിക്കാം. പിന്നെ എവിടെ അടി കിട്ടുന്നില്ല, എന്ത് സുഖം നോക്കിയേ. ഇത് അങ്ങോട്ട് നോക്കി, അവിടെയൊക്കെ കൂർത്ത പാറയാണ്. ഇത് ഒരു വലിയ പാറ നടക്കണം, അതേ കൂടെ ഓടിച്ചു നോക്കാം. അടി തട്ടോ നോക്കാം. ഇത് അടി തട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നലല്ല, നല്ല രീതിക്ക് തട്ടി. അതൊക്കെ എൻ്റെ അഹങ്കാരമാണ് കേട്ടോ. ഒന്നുകൂടെ കയറിയിട്ട് വരാം. എങ്ങനെ ഇരിക്കുന്നു, പൊളിയല്ലേ ഗായ്സ്? ബസ്സിലെത്തി നമ്മുടെ ചെറുക്കെത്തി. ഓക്കെ പോവാം. എൻ്റെ നെറ്റ് പിന്നെ മിസ്സിങ്, നെറ്റ് പിന്നെ ഓ ഇതെവിടെ വച്ചേക്കാം. അപ്പോൾ ഇവിടെ തന്നെ വച്ചേക്കാം. എന്താ കാര്യം, എക്സ്പ്രസ് വേറെ ലെവൽ. ആ നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം. മതി, ഡ്രിഫ്റ്റ് അടിക്കാം. കുറേ നാളായി ഡ്രിഫ്റ്റ് അടിച്ചിട്ട്. തടിയുടെ മണി കൂടെ പോവാം. പോവൂല.
ഈ മൊത്തം ഇരുമ്പാണ്. മഹീന്ദ്ര ബൊലേറോയുടെ മൊത്തം ഇരുമ്പ്. വെയിറ്റ് കൂടി, വെയിറ്റ് കൂടിയല്ലേ വണ്ടിയില്ല. ഇറങ്ങി ഓടുന്ന വണ്ടി വീഴാൻ പോയപ്പോ ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ക്ലൈമറ്റ്. ഇത് അവിടെ സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ട് നിൽക്കുന്നത്, ആകാശമൊക്കെ ഇങ്ങനെ എന്താ വിളറി നിൽക്കുന്നു അതിൻ്റെ. അപ്പം മോജോ ഇതും അവിടെ അതെനിക്ക് മഞ്ഞ, ഇപ്പം നമ്മളെ മഞ്ഞ മോജോ അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം സീൻ ഇനിയിപ്പോൾ നമ്മൾ ഞാനും ഇവനും കൂടെ ജസ്റ്റ് ആ ഒരു പാറ കാണിച്ചു തരാം. നമ്മൾ ഈ വഴി പോയിട്ടേ കറങ്ങി വന്നിട്ട് ഈ കാണുന്ന ഈ പാറയിൽ കൂടെ കയറി വരാനുള്ള പ്ലാനാണ് കേട്ടോ. ഒരു റൗണ്ട് അവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനായിട്ട് പോവുകയാണ് ഓഫ് റോഡ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടിച്ചിട്ട് തരാം. ഞാൻ ഒറ്റയ്ക്കുള്ളൂ കാശ് ഇപ്പോൾ അടിക്കാനായിട്ട്. എന്താവണോ ഇത് ഭഗവാനെ. സിമ്പിൾ. ഇല്ല പറ്റും, നീ നോക്ക് നോക്ക്. അത് നോക്കിയാ ചെറുക്കനെ ബൂസ്റ്റ് ആക്കി കൊടുത്ത് കാശ്. അല്ല ആക്സിഡന്റ് അല്ല വേണമെങ്കിൽ വീഡിയോക്ക് ഗുമ്മള്. നാളെ മുസമ്മിലും പോവാൻ കേട്ടോ. നമ്മൾ യെല്ലോ ക്രൂസർ ആ വന്ന വഴി ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി, ആ വന്ന വഴി ഈ പാറക്കൂടെ കയറ്റാനായിട്ട് പോവാൻ കേട്ടോ. നമുക്കെല്ലാവർക്കും കൈയൂട്ടി പ്രോത്സാഹിപ്പിക്കാം. കേറാ തിരിച്ചെടുത്തോ. പൊന്നെ അയ്യോ പിടിച്ചു വീല് പിടിച്ചു. ഇതിനാണ് നീ എക്സ്പ്രസ് ആട്. പിന്നെ അല്ല പറഞ്ഞ സ്പോട്ടിൽ ചെറുക്കം ചെയ്തേട്ടാ. താങ്ക്സ്. നെഞ്ചിൽ തൊട്ട് നോക്കട്ടെ. വെറുതെ വണ്ടി ചരിച്ചിട്ടു. ഒരു ഫോട്ടോ എടുത്താറാൻ പറഞ്ഞിട്ടാണ് ചരിച്ചിട്ട. അതൊരു മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതിയാ. സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു, ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇതാ ഇപ്പോൾ നേരം ഇരുട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും നമ്മളെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കയറി വന്ന വഴിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ, അതായത് വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം എന്താണ് എല്ലാ വീഡിയോ വരെ കണ്ടില്ലേ, ഓഫ് റോഡിനൊക്കെ ഓഫ് റോഡും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ. നല്ല സസ്പെൻഷൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിക്ക് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഈ റോട്ടിൽ ഈ കോർണർ ചെയ്യാനത്ത് ചെറിയൊരു സ്റ്റെബിലിറ്റിയുടെ കുറവ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഓടിച്ചു വരുമ്പോൾ അത് ഓക്കെ ആകും കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഒരു ലുക്കും അത് ബ്ലാക്ക് ആക്കണം, ഈ ബ്ലൂ കേബിൾ മാറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താണ് പറയാനുള്ളത്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റ്
കിട്ടിയ മീഡിയം ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അത് വരയ്ക്കും ഒരുമിച്ച് ഒന്നുകൂടാ. 1 2 3 സ്റ്റാർട്ട്. ഗുഡ് ബൈ. ഓക്കെ.